വെൽക്കം ബാക്ക് സബ് ടോക്സ്. ഞാൻ ഇവിടെ പറയാൻ മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് തമ്മിൽ കളി ഉണ്ടായിരുന്നു. ടോസ് ഇട്ട് പഞ്ചാബ് ബാറ്റിങ്ങിനായിട്ട് പറഞ്ഞ ശേഷം മുംബൈ ഇന്ത്യൻസിനാണ് അത്യാവശ്യം അത്ര നല്ല പ്രകടനം നടത്തിയില്ല മുംബൈ ഇന്ത്യൻസ്. ആദ്യം തന്നെ പറഞ്ഞാൽ ഏറ്റവും മോശം പ്രകടനം നടത്തിയ റിച്ചാർഡ് കോക്ക്. അത് മുമ്പ് അത്രയും 15 റണ്ണൊക്കെ എടുത്തിട്ടാണ് ഔട്ടായി. ഇപ്പോൾ ഹർഷദീപ് സിംഗിനാണ് വിട്ട് 12 റണ്ണിൽ ആദ്യം വിക്കറ്റ് പോയി ഒരളവ്, പിന്നെ വീണ്ടും ബാക്ക് ടു വിക്കറ്റ് പോയി 12 റണ്ണിൽ 2 വിക്കറ്റ് പോയി. അതേ സെയിം പ്ലോട്ട് ഉപയോഗിച്ചിട്ട് വിക്കറ്റ് പോയി. ഇപ്പം ഇവർ അതുവരെ പഞ്ചാബ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ഒരു മുംബൈ ഇന്ത്യൻസ് അത്ര പ്രഷറായിരുന്നു. പിന്നെ എന്ത് ചെയ്യും എന്നാണ് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ നമന്തീറും നമ്മുടെ ഇവനും വന്നത്, ഡീകോക്കും വന്നത്. ഇവർ രണ്ടാളും കിഡിലും 2 പാർട്ട്ണർഷിപ്പ് ഇട്ടു. അത് നമന്തീറിൻ്റെ ഒരു സെഞ്ചുറി എടുത്തു കണ്ടു, ഡീകോക്കിൻ്റെ ഒരു 100 എടുത്തു, 112 റൺസാണ് എടുത്തത്. അങ്ങനെ വിക്കറ്റുകൾ കുറച്ചുകൂടി പോയ ഫെല്ലിങ് നമുക്ക് നോക്കാം. 12 റണ്ണിൽ ആദ്യം പോയത് 1 വിക്കറ്റാണ്, 12-ൽ വീണ്ടും 2 വിക്കറ്റ്, പിന്നെ 134-ൽ 3 വിക്കറ്റ്, 175-ആയപ്പോൾ 4 വിക്കറ്റ്, 185-ൽ 5 വിക്കറ്റ്, 195-ൽ 6 വിക്കറ്റ്. പിന്നെ അങ്ങനെ പഞ്ചാബിൻ്റെ 196 മാത്രം ജയിക്കാൻ 120 ബോളിൽ പഞ്ചാബ് വന്നു. ആദ്യം നന്നായി അടിപൊളിയായിട്ട് കളിച്ചത് നമ്മുടെ പി സിംഗ് ആണ്. പിന്നെ കളിച്ച് ശ്രേയസ് അയ്യരാണ്. ഇവർ രണ്ടാളും അടിപൊളി ബ്രില്യൻ്റ് നന്നായി കളിച്ചു. ബാക്കിയുള്ളവർ അത്ര റണ്ണില്ല. പിന്നെ സ്റ്റോണീസ് 10 നോട്ട് ഔട്ടാണ്. അപ്പോൾ നല്ലൊരു കംബാക്ക് കളിയാണ് പഞ്ചാബ്. അപ്പോൾ പഞ്ചാബ് അങ്ങനെ 4 കളികൾ ജയിച്ചിട്ടുണ്ട്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് പഞ്ചാബാണ്. അങ്ങനെ പഞ്ചാബ് 7 വിക്കറ്റിന് ജയിച്ചിരിക്കുന്നു. ഇപ്പോൾ പഞ്ചാബ് ഇങ്ങനെ ഉയർന്നു വരുന്നു, മുംബൈ ഇങ്ങനെ താന്നു പോകുന്നു. മുംബൈയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കഷ്ടമാണ്. കുറേ തോൽവികൾ ഇങ്ങനെ ഉണ്ടാവണം. അതായത് എത്രയോ തോൽവി, 3 തോൽവി 2 തോൽവി അങ്ങനെയൊക്കെ ഉണ്ടാവും. പ്രാവശ്യത്തെ നല്ല തോൽവിയായി, 3ാമത്തിൽ തോറ്റു. അപ്പോൾ ഒരു സാധ്യതയും അങ്ങനെ ജയിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ മുംബൈ ഇന്ത്യൻസിൻ്റെ ഫാനാണ്. അപ്പോൾ പറയുകയാണെങ്കിൽ കളി അത്ര കാര്യമായൊരു ഇത് ഇല്ല, അത്ര വലിയ റണ്ണല്ല. 195 എന്ന് പറയുമ്പോൾ അധികം റണ്ണെടുപ്പിക്കാതെ അവരെ പഞ്ചാബ് ജയിച്ചിരിക്കുകയാണ് 7 വിക്കറ്റിന് വെച്ച്. വളരെ സ്ട്രോങ് ടീമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് കളിച്ച ഗെയിംസിൽ ഏറ്റവും കൂടുതൽ പഞ്ചാബാണ് ജയിച്ചിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസ് ഇതുവരെ ജയിച്ചിട്ട് പോലുമില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ അതുവരെയും ടിൽ ദെൻ ഗുഡ് ബൈ.